ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകും. KPCC ഹൈക്കമാൻഡിന് കൈമാറിയത് ഒറ്റ പേര് മാത്രം. ആര്യാടന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങി. DCC അധ്യക്ഷൻ VS ജോയിയെ തഴഞ്ഞാണ് KPCC തീരുമാനം. വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട്. നൃപൻ, VS ജോയിയെ തഴഞ്ഞ് ആര്യാടൻ ഷൗക്കത്തിലേക്ക് നേതൃത്വം എത്തുന്നു. പകരം ഈ KPCCയുടെ അതായത് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് നേരത്തെ തന്നെ ഒരു തീരുമാനമുണ്ടായിരുന്നു. അതിൽ അതൃപ്തികൾ നിരവധിയായിരുന്നു. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയിൽ എത്തിയത് എങ്ങനെ? പക്ഷേ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. ജോയിക്കായിരുന്നു ആദ്യഘട്ടത്തിലെ സംഘടനയിൽ പരിഗണന ഉണ്ടായത്. DCC അധ്യക്ഷനായ VS ജോയി പ്രത്യേകിച്ച് അവിടെ A ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, സ്വീകാര്യനായുള്ള ആളാണ്, യുവജന നേതാവാണ്. അപ്പോൾ ആ നിലയിലൊക്കെ ജോയി ആയിരിക്കും സ്ഥാനാർത്ഥിയാവുക എന്ന തരത്തിലുള്ള ഒരു ആശയവിനിമയം നേതൃത്വ തട്ടിലുണ്ടായിരുന്നു. പക്ഷേ PV അൻവർ മറുഭാഗത്തുണ്ടാക്കിയ സമ്മർദ്ദം ഏറെക്കുറെ അവസാന നിമിഷം ആര്യാടൻ ഷൗക്കത്തിന് ഗുണമായി എന്ന് തന്നെ പറയാം. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുമെന്ന് ഏറെക്കുറെ അദ്ദേഹം സ്വയം വിശ്വസിക്കുകയും അദ്ദേഹം ആ നിലയ്ക്കുള്ള സമ്മർദ്ദം നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തു. കാരണം 2016 അവിടെ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. പ്രത്യേകിച്ച് ആര്യാടൻ മുഹമ്മദ് എന്ന A ഗ്രൂപ്പിൻ്റെ പ്രബലനായ നേതാവാണ്. അതിൻ്റെ ഒരു ലെഗസി എന്നും സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത്. അതിൻ്റെ പിന്മുറക്കാർ എന്ന നിലയ്ക്ക് A ഗ്രൂപ്പിൻ്റെ ഏറ്റവും സ്വീകാര്യനായ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പം ആ നിലയ്ക്ക് അദ്ദേഹത്തെ പരിഗണിക്കണമെന്ന നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പകരം PV അൻവർ മുന്നോട്ട് വയ്ക്കുന്ന പേരിന് മുന്നിൽ വഴങ്ങി തന്നെപ്പോലെ ഒരാളിനെ ഒഴിവാക്കുന്നത് ഗുണകരമാവില്ല. മറിച്ച് അങ്ങനെ ഒരു തീരുമാനം പാർട്ടി ലീഡർഷിപ്പ് എടുക്കുകയാണെങ്കിൽ വലിയ കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് ചുമതലയുള്ള AP അനിൽകുമാറുമായും ഒപ്പം തന്നെ KPCC അധ്യക്ഷനുമായും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും തൻ്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയെന്നതാണ്. ഈ സമ്മർദ്ദം കൂടി പരിഗണിച്ചാണ് അവസാനം ജോയി ആണെങ്കിൽ സംഘടനയുടെ കീഴ്വഴക്കത്തിൽ വഴങ്ങി നിൽക്കും, മറിച്ച് ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ കഴിയില്ല. അതൃപ്തി ജോയിക്കുമുണ്ട്, പക്ഷേ പരസ്യ പ്രതികരണത്തിലേക്കോ ഒരു നിലപാടിലേക്കോ ജോയി വരില്ല. അദ്ദേഹം ഈ കാര്യങ്ങളിൽ പാർട്ടി വഴങ്ങിപ്പോകുന്നുള്ള ആത്മവിശ്വാസം നേതൃത്വത്തിനുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് ജോയി അവസാനം ഈ കാര്യങ്ങളിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് എത്തുകയും KPCC ഹൈക്കമാൻഡിന് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് കൈമാറുകയും ചെയ്തു. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരിലേക്ക് ഒറ്റപ്പേരിലെത്താൻ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടായി എന്ന കാര്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആര്യാടൻ ഷൗക്കത്തിന് പ്രാദേശികമായി പലതരത്തിലുള്ള എതിർപ്പുണ്ട്. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ ആവശ്യപ്പെട്ടു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, സണ്ണി ജോസഫ് ഇത്തരത്തിലുള്ള നിലവിലുള്ള KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ തർക്കത്തിനിടയിൽ നിർദ്ദേശിച്ചത് ഈ പറഞ്ഞ രണ്ട് പേരുകളുടെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിവാദമുണ്ടാകുന്നു. അൻവർ പലതരത്തിലുള്ള അതൃപ്തി പുറത്ത് പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ വിവാദം ഒഴിവാക്കാൻ ഇവർ രണ്ടുപേരും വേണ്ട, പകരം മൂന്നാമതൊരാൾ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിർദ്ദേശം സണ്ണി ജോസഫ് മുന്നോട്ട് വച്ചു. പക്ഷേ അവസാനം മേൽക്കൈ ലഭിച്ചത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ സമ്മർദ്ദവും ഒപ്പം തന്നെ പുറത്ത് PV അൻവർ നടത്തിയ നീക്കങ്ങളും കോൺഗ്രസ്സിന് ഈ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എത്താനുള്ള കാരണമായി. PV അൻവറിന് വഴങ്ങി എന്നൊരു സന്ദേശം വേണ്ട, സമ്മർദ്ദത്തിന് വഴങ്ങി എന്നൊരു സന്ദേശം വേണ്ട. സീനിയറായിട്ടുള്ള KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുൻപ് 2016 നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട PV അൻവറിനോട് മത്സരിച്ച് പരാജയപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ പാർട്ടി UDF കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നു. KPCC ഇതിൻ്റെ നിർദ്ദേശം ഒറ്റ പേര് മാത്രം ഹൈക്കമാൻഡിന് കൈമാറി. ആ തീരുമാനത്തിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, സാങ്കേതികമായ തീരുമാനത്തിൽ ആ കാര്യങ്ങളിൽ അംഗീകാരം നൽകേണ്ട കടമ്പ മാത്രമേ ഉള്ളൂ. അത് അല്പനിമിഷത്തിനകം തന്നെ അതിൻ്റെ പേര് ഹൈക്കമാൻഡിൻ്റെ പേര് ഔദ്യോഗികമായ ഉത്തരവ് ഉടൻ തന്നെ വരും. അതോടുകൂടി ആര്യാടൻ ഷൗക്കത്തിനോട് ഇപ്പോൾ തന്നെ KPCC താങ്കളാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവും. അതോടുകൂടി ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണവും അവിടെ നിലമ്പൂരിൽ നിന്നുണ്ടാവും. അവിടെ തന്നെ നമ്മുടെ പ്രതിനിധി സ്വാലിഹും ഒപ്പം തന്നെ സച്ചിനും അവിടെ തന്നെ 2 കേന്ദ്രങ്ങളിലുണ്ട്. അവരുടെ പ്രതികരണം കൂടി ഉടൻ തന്നെ നമുക്ക് അവിടെ നിന്നുള്ള പ്രതികരണം പ്രതീക്ഷിക്കാം. പക്ഷേ വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്കൊടുവിൽ ഒറ്റപ്പേര് എന്ന പേരിലെത്താൻ തന്നെ തർക്കമുണ്ടായിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച VD സതീശന് വലിയ തരത്തിലുള്ള തർക്കങ്ങൾക്ക് ശേഷം അവസാനം ഒറ്റപ്പേരിലെത്താനുള്ള നെടുനീളൻ ചർച്ചകൾ നടത്തേണ്ടി വന്നു. അവസാനമാണ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ അല്പനിമിഷങ്ങൾക്ക് തന്നെ AICC ഔദ്യോഗികമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും. വർഷ